ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇങ്ങനെയുള്ള ബോർഡുകളിലൊക്കെ ഒരുപാട് കാലുള്ള IC ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള IC ഒക്കെ കംപ്ലൈൻ്റ് ആയാൽ എങ്ങനെയാണ് ബോർഡിന് ഡാമേജ് ഒന്നും ഇല്ലാതെ ഇത് ഊരിയെടുക്കണമെന്നുള്ളതാണ്, അതായത് ഡീസോൾഡറിങ്. അപ്പോൾ ഇലക്ട്രോണിക്സ് ഒക്കെ പഠിക്കുന്നവർക്ക് ഇത് ഉപകാരപ്പെടുന്നത്തെ വീഡിയോ, താല്പര്യമുള്ളവർ മാത്രം ഫുള്ളായിട്ട് വീഡിയോ കണ്ടു നോക്കുക. അതുപോലെ ഞാനിവിടെ നിന്ന് ഈ ഒരു IC മാറാൻ വേണ്ടി എടുത്തേക്കുന്നത് 12 വോൾട്ടേ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ബോർഡാണ്. അപ്പോൾ ഈ ഒരു ബോർഡ് ഇതുപോലെ 2.1-ൻ്റെ ആംപ്ലിഫയറിലുണ്ടായിരുന്നതാണ്. ഇത് വണ്ടികളൊക്കെ ഉപയോഗിക്കുന്ന സെറ്റാണ് കൂടുതലായിട്ടും. അതുപോലെ ഞാൻ ഇന്നിവിടെ മാറാൻ പോകുന്നത് CD4440 IC ആണ്. ഇത് ആംപ്ലിഫയറിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള IC. അപ്പോൾ ഈ ഒരു ടൈപ്പ് IC വരുന്ന ആംപ്ലിഫയർ ബോർഡിന് പൊതുവെ വിലക്കുറവാണ്. അപ്പോൾ ഈ ഒരു IC വേഗം കംപ്ലൈൻ്റ് ആവാനുള്ള കാരണങ്ങൾ ഒരു സ്പീക്കർ ഔട്ടിൽ ഒന്നിൽ കൂടുതൽ സ്പീക്കറെ കണക്ട് ചെയ്യുന്നതാണ്. ഈ ഒരു ബോർഡുള്ള ഈ ഒരു സെറ്റിലാണ് 2.1-ൻ്റെ സെറ്റാണ്. ഇത് വണ്ടികളിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. സ്റ്റീരിയോ ആംപ്ലിഫയർ ബോർഡും അതുപോലെ സബ് ആംപ്ലിഫയറും അതിൻ്റെ കൺവെർട്ടർ ബോർഡും എല്ലാം കംപ്ലൈൻ്റ് ആയേക്കുന്നതാണ് ഇപ്പോൾ നിലവിൽ. അപ്പോൾ ഇനി ഈ ഒരു ആംപ്ലിഫയറിലുള്ള ബാക്കിയുള്ള എല്ലാ ബോർഡും മാറ്റിയിട്ട് ഇതിൻ്റെ സ്റ്റീരിയോ ആംപ്ലിഫയർ ബോർഡ് മാത്രം നന്നാക്കിയാൽ മതി എന്നാണ് ഇത് തന്നയാൾ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ഈ ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ഒഴികെ ബാക്കിയുള്ള എല്ലാ ബോർഡും സബിൻ്റെ ബോർഡെല്ലാം അടിച്ചൊഴിവാക്കുകയാണ്. അതുപോലെ CD4440 IC വരുന്ന ബോർഡുകൾ വേഗം കംപ്ലൈൻ്റ് ആവാനുള്ള കാരണങ്ങൾ, ഒന്ന്, അതിൽ ഒരു സ്പീക്കർ ഔട്ടിൽ ഒന്നിൽ കൂടുതൽ സ്പീക്കർ ചിലർ കണക്ട് ചെയ്യും. നമ്മൾ നന്നാക്കി കൊടുത്തിട്ട് എത്രത്തോളം പറഞ്ഞാലും അത് മിക്കവരും അനുസരിക്കാറില്ല. ഒന്നിൽ കൂടുതൽ സ്പീക്കറെ കണക്ട് ചെയ്ത് ആ ബോർഡിൻ്റെ ഫുള്ള് സൗണ്ട്, മാക്സിമം സൗണ്ട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. പിന്നെ ചിലരൊക്കെ ചെയ്യുന്ന കാര്യമാണ് സ്പീക്കർ ഔട്ടിൽ LED സ്ട്രിപ്പ് കണക്ട് ചെയ്യും, എന്നിട്ട് ഫുള്ള് സൗണ്ട് പാട്ട് വെക്കും. അങ്ങനെ LED കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വയർ കട്ട് ചെയ്ത് ഇങ്ങനെ കണക്ട് ചെയ്യുമ്പം എങ്ങനെയെങ്കിലും ഷോർട്ട് ആയിട്ടുണ്ട് ഈ ഒരു IC കംപ്ലൈൻ്റ് ആയി പോകും. അതുപോലെ ഈ സബ് ആംപ്ലിഫയർ വർക്ക് ചെയ്യുന്ന 27 വോൾട്ട് 27 വോൾട്ടിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു കൺവെർട്ടർ ബോർഡൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഓൾറെഡി കഴിഞ്ഞ ദിവസം അഴിച്ച് മാറ്റിയതായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു സെറ്റിലുണ്ടായിരുന്ന എല്ലാ ബോർഡും അഴിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ഈ ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ബോർഡ്, ഇതിലെ IC ആണ് നമുക്ക് മാറ്റേണ്ടത്. അതുപോലെ ഞാൻ ഈ ഒരു ബോർഡിലെ IC ഇന്നലെ രാത്രി അഴിച്ച് മാറ്റിയിരുന്നു ഒരെണ്ണം. പിന്നെ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ ഒരു IC ഉണ്ട്. അപ്പോൾ ആ ഒരു IC എങ്ങനെയാണ് കറക്റ്റായിട്ട് റിമൂവ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ബോർഡിൻ്റെ പ്രിൻ്റൊന്നും പോകാതെ നമുക്ക് ഈ ഒരു IC ഡീസോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സോൾഡിങ് ഫ്ലെക്സ് അല്ലെങ്കിൽ സോൾഡിങ് പേസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു സാധനം ആവശ്യമാണ്. ഇപ്പോൾ നമ്മൾ ഡീസോൾഡ് ചെയ്യുന്ന സമയത്ത് ആദ്യമേ സോൾഡിങ് പേസ്റ്റ് നമ്മൾ ഡീസോൾഡ് ചെയ്യുന്ന ഭാഗം എവിടെയാണോ അവിടെ ഈ ഒരു പേസ്റ്റ്, സോൾഡിങ് പേസ്റ്റ് അല്ലെങ്കിൽ സോൾഡിങ് ഫ്ലെക്സ് എന്നൊക്കെ പറയുന്ന ഈ സാധനം ഇത് കറക്റ്റായിട്ട് തേച്ച് കൊടുക്കുക. ഇത് തേച്ചിട്ടാണ് കറക്റ്റായിട്ട് ലഡ്ഡു ഉരുക്കി വരുള്ളൂ. അതുപോലെ ഈ ഒരു സോൾഡിങ് പേസ്റ്റ് ഉരുങ്ങുന്ന സമയത്ത് ഒരു സ്മെല്ലും അതുപോലെ പുകയൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് ശ്വസിക്കാൻ കൊള്ളില്ല. ആരോഗ്യത്തിന് ഭാവിയിലേക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിന്ന് ഊരിയെടുക്കേണ്ട ഈ ഒരു ICയുടെ കാലിലേക്കെല്ലാം നമ്മൾ ഈ ഒരു സോൾഡിങ് പേസ്റ്റ് കറക്റ്റായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പേസ്റ്റ് തേച്ച് കൊടുക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് ലഡ്ഡു ഉരുക്കി വരും. അല്ലെങ്കിൽ ലഡ്ഡു ഉരുക്കി വരാൻ താമസമാണ്, കറക്റ്റായിട്ട് കിട്ടാനും പാടാണ്. ഇനി നമുക്ക് പ്രധാനമായിട്ട് ആവശ്യം ഇതുപോലൊരു സോൾഡിങ് പമ്പാണ്. അപ്പോൾ ഇങ്ങനത്തെ സോൾഡിങ് പമ്പിന് 120 രൂപയ്ക്കാണ്. ഈ ഒരു സോൾഡിങ് പമ്പ് ഞാൻ മേടിച്ചിട്ട് ഒരുപാട് വർഷമായി. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മേടിച്ചതാണ്. ഇപ്പോഴും ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ICയുടെ ഓരോ ലെഗുകളും ചൂടാക്കുക. ലെഡ് നന്നായിട്ട് ഉരുകി കഴിയുമ്പം ഈ ഒരു ഡീസോൾഡിങ് പമ്പ് ഒന്ന് പ്രസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആ ഒരു ലെഗിലേക്ക് ചേർത്ത് വെച്ചിട്ട് റിലീസ് ചെയ്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് ലെഡ് ഈ ഒരു പമ്പ് വലിച്ചെടുത്തോളും. അതുപോലെ ഇങ്ങനെ ICക്ക് ഡീസോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സോൾഡിങ് വിക്ക് എന്ന് പറഞ്ഞാൽ വയറിൻ്റെ ഒരു കമ്പി പോലുള്ള സാധനം മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റില്ല. അത് കുറേ ഇങ്ങനെ തീരുന്നതനുസരിച്ച് മേടിച്ചുകൊണ്ടിരിക്കണം. ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്ന ഡീസോൾഡിങ് പമ്പാണ്. രണ്ടും നല്ലതാണ്, ഓരോരോ കാര്യങ്ങൾക്ക് ഓരോന്ന് കുറച്ചും കൂടി നല്ലതാണെന്നുള്ളൂ. അതുപോലെ ഇങ്ങനെയുള്ള ഡീസോൾഡിങ് പമ്പൊക്കെ നമ്മൾ കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇടയ്ക്കൊന്ന് അഴിച്ചൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഡീസോൾഡ് ചെയ്ത് വെക്കുന്ന ലെഡെല്ലാം ഈ ഒരു പമ്പ് വലിച്ച് ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെങ്കിലാണ് പിന്നീട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ കറക്റ്റായിട്ട് വലിച്ചെടുക്കുകയുള്ളൂ. അതുപോലെ നമ്മൾ ഡീസോൾഡിങ് പമ്പ് ഇങ്ങനെ ഉപയോഗിച്ച് ഡീസോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ എല്ലാ കാലുകളൊന്നും കറക്റ്റായിട്ട് വിട്ട് വന്നിരിക്കില്ല. അപ്പോൾ അത് സോൾഡിങ് ഞാൻ വെച്ച് പതിയൊന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ പമ്പ് വെച്ചതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പതിയൊന്ന് ഇങ്ങനെ തള്ളി കൊടുത്താൽ മതി. അപ്പോൾ ലെഡെല്ലാം വിട്ട് IC ഫ്രീ ആയിട്ട് വരും. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ബോർഡിലെ പ്രിൻറ്റിന് വലിയ ഡാമേജ് ഇല്ലാതെയും അതുപോലെ IC ഒക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ബോർഡിൽ ഒരുപാട് കാലുകളൊക്കെ ഉള്ള IC ഒക്കെ ഈ രീതിയിലാണ് ഡീസോൾഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ IC ഒക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഊരിയെടുക്കാം. ഇനി ഒരു IC പതിയൊന്ന് ആട്ടി ഇങ്ങനെ എടുത്താൽ മതി, ഊരി വരും കറക്റ്റായിട്ട്. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പം ICയുടെ കാലിനോ ബോർഡിലെ പ്രിൻറ്റിനൊന്നും വലിയ ഡാമേജ് ഇല്ലാതെ കിട്ടും. അപ്പോൾ ഇതുപോലത്തെ 2 IC ആയിരുന്നു ഈ ഒരു ബോർഡിലുണ്ടായിരുന്നത്. ഒരു IC ഞാൻ ഇന്നലെ രാത്രി തന്നെ അഴിച്ച് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു സെറ്റ് നമുക്ക് കൊണ്ടുവന്ന ആൾക്ക് തന്നെ, ഈ ഒരു സെറ്റ് കൊണ്ടുവന്ന ആൾ തന്നെയാണ് നമുക്ക് പുതിയ IC മേടിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ കടയിൽ സാമ്പിളായിട്ട് കാണിക്കാൻ വേണ്ടി അഴിച്ചുകൊണ്ട് പോയതാണ്. അപ്പോൾ സാമ്പിൾ IC കടയിൽ കാണിക്കണമെന്നില്ല കേട്ടോ. ഇത് അയാൾക്ക് തന്ന ആൾക്ക് അങ്ങനെ ഒരു നിർബന്ധം പറഞ്ഞു, നമ്മളങ്ങനെ അഴിച്ചു കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ബോർഡിൽ കംപ്ലൈൻ്റ് ആയത് റെഗുലേറ്റർ ICയും 2 ഓഡിയോ ആംപ്ലിഫയർ IC ആണ്. അപ്പോൾ നമുക്ക് ഇത് 3ഉം ഇതിലേക്ക് ഇനി സോൾഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിന്ന് വീഡിയോയിൽ കാണിച്ച പോലെ ഡീസോൾഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പുതിയ ICക്ക് വെക്കാൻ നേരത്തും എളുപ്പമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ബോർഡിൽ 2 പുതിയ ഓഡിയോ ആംപ്ലിഫയർ ICയും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് വെക്കേണ്ടത് റെഗുലേറ്റർ IC ആണ്. 7805 എന്ന് പറഞ്ഞ റെഗുലേറ്റർ IC ആണ് വേണ്ടത് ഇതിനകത്ത്. അപ്പോൾ ഈ ഒരു ICയുടെ ഉപയോഗം ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഓഡിയോ പ്ലെയർ, അതായത് ചെറിയ ബ്ലൂടൂത്ത് മൊഡ്യൂൾ, അത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 12 വോൾട്ടിനെ 5 വോൾട്ടാക്കി മാറ്റാനാണ് ഈ റെഗുലേറ്റർ IC ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ IC ഒന്നും ആദ്യമേ തന്നെ ചാടിക്കയറി സോൾഡ് ചെയ്യരുത്. ഈ ഒരു ബാക്കിയുള്ള ഹീറ്റ് സിങ്ക് ഇത് കറക്റ്റായിട്ട് വെച്ച് സ്ക്രൂ ഇട്ടൊന്ന് പതിയെ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ.
അല്ലെങ്കിൽ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ഈ ഒരു ഹീറ്റ് സിങ്ക് പിടിപ്പിക്കാൻ നോക്കുന്ന സമയത്ത് സ്ക്രൂവിൻ്റെ ഹോളും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയോ അല്ലെങ്കിൽ ഒരു ഐസി പൊങ്ങിയൊക്കെ ഇരുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് വീണ്ടും ഈ ഒരു ഹീറ്റ് സിങ്ക് പിടിപ്പിക്കാൻ പാടായിട്ട് വരും. അതുകൊണ്ട് നമ്മൾ ആദ്യമേ ഈ ഒരു ഹീറ്റ് സിങ്ക് ഈ ഐസിയിലും റെഗുലേറ്റർ ഐസിയിലും പിടിപ്പിച്ചിട്ടാണ് ഐസികളുടെയൊക്കെ കാലുകൾ നമ്മൾ ഈ ഒരു ബോർഡിലേക്ക് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഐസികളുടെ കാലുകൾ നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്തും ഞാനിവിടെ സോൾഡിങ് പേസ്റ്റ് ഇതുപോലെ എല്ലാ കാലുകളിലേക്കും കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ സോൾവ് ചെയ്യുന്ന സമയത്തും അതുപോലെ ഡീസോൾവ് ചെയ്യുന്ന സമയത്തും ഇതുപോലെ കുറച്ച് സോൾഡിങ് പേസ്റ്റ് അപ്ലൈ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാനമുള്ള ഗുണം ഒന്ന് ലെഡ് നന്നായിട്ട് തന്നെ പെട്ടെന്ന് ഹീറ്റായി എല്ലായിടത്തേക്കും നല്ല രീതിയിൽ ഒരുക്കിയെത്തും. അതുപോലെ നമ്മൾ പേസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് സോൾവ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ലെഡിന് നല്ല തിളക്കം കാണും. അപ്പോൾ എനിക്കിവിടെ സോൾവ് ചെയ്തെടുക്കാനുള്ള 3 ഐസികൾ, അപ്പോൾ ഈ 3 ഐസിയുടെയും എല്ലാ കാലിലേക്കും ഞാൻ സോൾഡിങ് പേസ്റ്റ് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി സോൾവ് ചെയ്ത് കൊടുക്കുന്നത് ഈ രീതിയിലാണ്. അയൺ ബിറ്റിൻ്റെ അറ്റത്ത് ശകലം ലെഡ് ഉരുക്കിയെടുക്കുന്നു. അത് കഴിഞ്ഞ് അയൺ ബിറ്റും അതുപോലെ തന്നെ ലെഡും അത് ഈ ഒരു ഐസിയുടെ കാലോട് ചേർത്ത് പിടിച്ചാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് ഉരുക്കി വന്നോളും ലെഡ്. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇങ്ങനെയുള്ള ഐസിയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്തെടുക്കാനും പറ്റും. അതുപോലെ പ്രധാന ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നീര് പോകാം, ഇത് ശ്വസിക്കാതിരിക്കുക. അപ്പോൾ സോൾവ് ചെയ്യുന്ന സമയത്ത് വീടിന് ഫ്രണ്ടിൽ എവിടെയെങ്കിലും ഇരുന്നോ, അതായത് സിറ്റ് ഔട്ടിൽ എവിടെയെങ്കിലും ഇരുന്ന് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇരിക്കുന്ന സമയത്ത് കൂടുതലായിട്ടും ഓപ്പൺ ഏരിയകൾ തിരഞ്ഞെടുക്കുക. റൂമിലൊക്കെ ഇരുന്ന് ചെയ്തിരിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെയുള്ള പുകയൊക്കെ ശ്വസിച്ചാൽ തുടക്കത്തിലൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല, ഭാവിയിലേക്കായിരിക്കും അത് പണി കിട്ടുന്നത്. അപ്പോൾ അപ്പോൾ നമ്മുടെ ഈ ഒരു ബോർഡിൽ ഐസികളെല്ലാം ഏകദേശം സോൾവ് ചെയ്ത് തീരാറായിട്ടുണ്ട്. അപ്പോൾ ഡീസോൾവ് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. ഡീസോൾവിങ് പമ്പോ അല്ലെങ്കിൽ സോൾഡിങ് വിക്കോ ഉപയോഗിച്ചാൽ മതി. കാറിലെ ഐസിങ് കാര്യങ്ങളൊക്കെ ഈ രീതിയിലാണ് റിമൂവ് ചെയ്തെടുക്കുന്നു, അതുപോലെ സോൾവ് ചെയ്തെടുക്കുന്നതൊക്കെ ഈ രീതിയിലാണ്. അപ്പോൾ ഇതിൻ്റെ സോൾഡിങ് എല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് സൗണ്ട് കട്ടായി പോയതല്ല കേട്ടോ, ഞാനിവിടെ വീഡിയോ മ്യൂട്ട് ചെയ്തേക്കുന്നതാണ്. ഇങ്ങനെയുള്ള പാട്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ ഈ ഒരു ബോർഡിൽ 2 ഓഡിയോ ആംപ്ലിഫയർ ഐസിയും അതുപോലെ തന്നെ റെഗുലേറ്റർ ഐസിയും മാറ്റിയപ്പം ഈ ഒരു ബോർഡിൻ്റെ കംപ്ലയിൻ്റ് എല്ലാം പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ എന്തെങ്കിലും ഐസി കംപ്ലയിൻ്റ് ആണെങ്കിൽ ഈ രീതിയിൽ ഐസി റീപ്ലേസ് ചെയ്താൽ മതി. ഈ ഒരു ഐസിക്ക് നമ്മൾ കടയിലേക്ക് കൊടുത്താണ് റീപ്ലേസ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം പൈസ മേടിക്കും. ഐസിയുടെ ചാർജും അതുപോലെ തന്നെ സർവീസ് ചാർജൊക്കെ ആയിട്ട്. അതുപോലെ ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരുടെ ജോലി കളയാനല്ല ഞാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെയുള്ള പണി പഠിക്കാൻ താല്പര്യമുള്ള പിള്ളേർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കാണിക്കുന്നത്. അതുപോലെ നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് രണ്ടും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്പീക്കർ ഒന്ന് മാറ്റി കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കുവാണ്. അതിൽ ഇങ്ങനത്തെ 4440 ഐസി വരുന്ന ആംപ്ലിഫയർ ബോർഡ് ഒരുപാട് പേർക്ക് ഇഷ്ടമല്ല. തുടക്കത്തിലെ തന്നെ ഇതിനെപ്പറ്റി നെഗറ്റീവ് പറയുന്ന ആളുകളാണ്. ഞാനിവിടെ ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് നല്ലൊരു ഐസി ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. ഇതുപോലത്തെ ഐസി ഉപയോഗിച്ച് ബോർഡ് കംപ്ലയിൻ്റ് ആയാലും നമുക്ക് നന്നാക്കാനും എളുപ്പമുണ്ട്. ഈ ഒരു ഐസി മാത്രമാണ് കംപ്ലയിൻ്റ് ആവുള്ളൂ. ഇങ്ങനത്തെ ഈ ഒരു ഐസി കംപ്ലയിൻ്റ് ആവാനുള്ള കാരണം ഒരു സ്പീക്കർ ഔട്ടിൽ തന്നെ ഒന്നിൽ കൂടുതൽ സ്പീക്കറെ കണക്ട് ചെയ്താണ് കൂടുതലും ഡാമേജ് വരുന്നത്. അപ്പോൾ നമ്മൾ നോർമലായിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ വലിയ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് എൻ്റെ അഭിപ്രായവും എൻ്റെ അനുഭവമാണ് കേട്ടോ. അത് ഓരോരുത്തർക്കും മാറ്റം ഉണ്ടാവും. അതുപോലെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് കണ്ടിരുന്നു, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നന്നാക്കി കൊടുക്കുന്നതിന് ഞാൻ എത്രയാണ് സർവീസ് ചാർജ് മേടിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് സർവീസ് ചാർജ് ഒന്നും മേടിക്കാറില്ല. ആരെങ്കിലും എന്തെങ്കിലും സാധനങ്ങളൊക്കെ നന്നാക്കാൻ കൊണ്ടുതന്നാൽ അതിൻ്റെ കംപ്ലയിൻ്റ് ആയ സാധനങ്ങൾ ലിസ്റ്റ് കൊടുക്കും. അപ്പം അവർ സാധനങ്ങൾ മേടിച്ച് തരുവാണെങ്കിൽ മാത്രം ഞാൻ നന്നാക്കി കൊടുക്കും, അത്രയേ ഉള്ളൂ. സർവീസ് ചാർജ് ഒന്നും ഞാൻ മേടിക്കാറില്ല ആരോടും. പിന്നെ ഇപ്പോൾ ഈ ഒരു സെറ്റിലെ പവർ ഓൺ സ്വിച്ച് അതിലെ വയറൊന്നും കണക്ട് ചെയ്യാത്ത വേറെ ഒന്നും കൊണ്ടല്ല, ആ ഒരു സ്വിച്ചും കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു സെറ്റിൻ്റെ ഓണർക്ക് സ്വിച്ച് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് നമ്മളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.